സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഇന്ത്യയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സ്മൃതികളുടെയും ശ്രുതികളുടെയും ഇതിഹാസ പുരാണങ്ങളുടെയും മുനിമാരുടെയും യോഗി വര്യന്മാരുടെയും വാത്മീക മഹർഷിയുടെ ഇന്ത്യ തുടങ്ങി മുസൽമാന്റെയും ഹൈന്ദവന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും സിഖുകാരൻ്റെയും പാഴ്സിയുടെയും ഇന്ത്യ, ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെയും അറിവുകളുടെയും ആഴമായ ഇന്ത്യ, 7 നിറങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും തികവാർന്ന ഇന്ത്യ, ഗൗതമായി പിറന്ന് സിദ്ധാർത്ഥനും ഒടുവിൽ ബുദ്ധനുമായി മാറിയ ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യ, അദ്ഭുതങ്ങളുടെ പാരമ്യമായ ഇന്ത്യ, എല്ലാ മതങ്ങൾക്കും മതവിശ്വാസികൾക്കും പരവതാനി വിരിച്ച ഇന്ത്യ, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇന്ത്യ, ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ഇന്ത്യ. നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒരു മനുഷ്യായുസ് മുഴുവനും ഹോമിച്ചവരുടെ ഇന്ത്യ, 22 ഔദ്യോഗിക ഭാഷകളും 1600-ൽ അധികം പ്രാദേശിക ഭാഷകളും 8 പ്രധാന മതങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ ഇന്ത്യ ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കട്ടെ. ചന്ദ്രനിൽ കാലുകുത്തുകയും ചൊവ്വയിലേക്ക് റോക്കറ്റ് അയക്കുകയും നമുക്ക് ചെയ്യാനായി. ലോകത്തിൻ്റെ ഏറ്റവും വലിയ കമ്പനികൾ ഇന്ന് ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ വളരെ സക്സസ്ഫുള്ളായി മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജിയിലും പ്രതിരോധ രംഗത്തും സിനിമയിലും കായിക രംഗത്തും എല്ലാ മേഖലകളിലും നമ്മൾ ഏറ്റവും വലിയ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഈ മണ്ണിൽ പിറന്ന് വീഴാനിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാകാൻ ഏറെ സ്വസ്ഥത നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടാകട്ടെ. ഇന്ന് 79-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മഹത്തായ തുടക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്കാകട്ടെ എന്ന് ഏറെ പ്രതീക്ഷയോടെ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ജയ് ഹിന്ദ്.